പുത്തനത്താണി പുത്തനത്താണിയിൽ ഒരു പുതിയൊരു പരിപാടി വന്നിട്ടുണ്ട് അത്രേ, AK ഹൈപ്പർ മാർക്കറ്റ്. അത് വന്നിട്ടുള്ളത് നമ്മൾ പുത്തനത്താണിയിലെ ഹലാമാളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പരിപാടികളുള്ളത്, അതായത് ഈ പുത്തനത്താണിയെ പുത്തനാക്കിയിട്ടുണ്ടോ അവർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോയേക്കാം. ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ പരിശോധിക്കാൻ പോകുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പ്രശസ്ത യൂട്യൂബർ, നമ്മുടെ സ്വന്തം ഇറ്റ്സ് മീ നൗഷാദ് വ്ളോഗിൻ്റെ ഉടമയായ നൗഷാദ് ഉണ്ട്. അത്രക്ക് പ്രശസ്തമൊന്നുമില്ല. സോ നമ്മളെ ചങ്കിന് ഇതേപോലെ ഒരു വീഡിയോ എടുക്കാൻ ആഗ്രഹം ഉണ്ട് പറഞ്ഞപ്പോൾ നമ്മള് കൂടെ വരികയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അവർ കലാപരിപാടികൾ ഒപ്പിച്ച് വെച്ചിട്ടുള്ളതെന്ന് പോയേക്കാം. അപ്പോൾ പുത്തനത്താണിയിലെ പുതുപുത്തൻ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അക്ബർ കൊട്ടാരത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മിക്കവാറും എന്തായാലും നമുക്ക് ഒന്ന് പോയേക്കാം അതിൻ്റെ ഉള്ളിൽ. കാണുന്നതാണ് പുത്തനത്താണി ടൗണ്. അവിടുന്ന് നേരെ വളാഞ്ചേരി റോട്ടിൽ കുറച്ചാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തല ഉയർത്തിട്ട് തന്നെ ഇവിടെ ഹലാമാൾ കാണാം. ഹലാമാളില് അതിന്റെ വെണ്ടക്ക അക്ഷരത്തിൽ AK ഹൈപ്പർ മാർക്കറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ മാളാണ് ഇതിന്റെ മെയിൻ. അതിന്റെ ഉള്ളിൽ AK ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ AK ഹൈപ്പർ മാർക്കറ്റ് GCC കൺട്രിയിലും മറ്റും വളരെ ഫേമസ് ആയതുകൊണ്ട് തന്നെ AK മാർക്കറ്റ് ഇവിടെ വന്നുകൊണ്ടാണ് ഈ ഒരു മാൾ തന്നെ കുറച്ചുകൂടെ പബ്ലിസിറ്റി കിട്ടിയത്. അപ്പോൾ AK ഹൈപ്പർ മാർക്കറ്റ് അവർ ആ പബ്ലിസിറ്റിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം. പിന്നെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 14 അപ്പോൾ അതുകൊണ്ട് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഫോട്ടോസ് എടുക്കാം. മാത്രമാണോ ഇതിന്റെ ഉള്ളിൽ വേറെ വല്ല ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടോന്നൊക്കെ അത് ഇതിന്റെ ഉള്ളിൽ പോയി നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ നേരെ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഹൈബ എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഷോപ്പ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈബ. അപ്പൊ തൈബ എന്ന് പറഞ്ഞൊരു ഊദ് അത്തർ പെർഫ്യൂംസിന്റെ ഒരു ചെറിയൊരു കിയോസ്ക് ഇവിടെ ഉണ്ട്. എന്താ ഊദിന്റെ ഒരു വമ്പൻ കളക്ഷൻ തന്നെ ഉണ്ടല്ലോ. ഇവരുടെ അടുത്ത് മെയിൻ ആയിട്ട് അത്തറാണ് വരുന്നത്. അത്തർ ഇവര് സ്പ്രേ ആക്കി അവർ പാക്ക് ചെയ്തും അവർ സെപ്പറേറ്റ് ആയിട്ട് സ്പ്രേ ആക്കി തരും. അതേപോലെ ഇവരത്ത് ബക്കൂർ ഉണ്ട്, പിന്നെ കുറച്ചൊരു പെർഫ്യൂമിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട്, പിന്നെ ചെറിയൊരു ബോഡി സ്പ്രേൻ്റെ ഒരു ചെറിയൊരു കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വൈക്ക് വരുമ്പോൾ അത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് ആക്ച്വലി സംഭവം സിമ്പിളി അമേസിങ് ആയിരുന്നു. നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ലായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊന്ന് കയറി വെക്കാം. പിന്നെ നമ്മൾക്ക് ഈ ഭാഗത്ത് പിസ്സ ഹട്ട് കാണാം. പിസ്സ ഹട്ട് ആസ് യൂഷ്വൽ കുറച്ച് തിരക്കാണ്, കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണാം. നിങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് പിസ്സ ഹട്ടും ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തലശ്ശേരി കോഴി അട എന്ന് പറഞ്ഞ ഒരു കിയോസ്ക് ഉണ്ട് അവിടെ. ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൈ ഗ്രാൻഡ്മാസ് ട്രഷർ. എന്താണ് സംഭവം? സംതിങ് വെറൈറ്റി കോഴിയടാണെന്നാണ് ഇവര് പറയണത് അല്ല? അങ്ങനെ തന്നെ അല്ല? അങ്ങനെ തന്നെയാണെന്ന് മാഡം സമ്മതിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഐറ്റം? ചിക്കനുണ്ട് ബീഫും ഉണ്ട് അല്ലേ? അതിങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി കിട്ടുമോ അതോ 20 പീസ്? ഓൾമോസ്റ്റ് 20 പീസ് ഉണ്ടാവും അല്ലേ? ഓക്കെ. നമുക്ക് പിന്നെ വേറെ പാക്കറ്റ്സ് വരുന്നുണ്ട് അല്ലേ? പാക്കറ്റ്സ് ഓൾമോസ്റ്റ് എല്ലാ ക്വാണ്ടിറ്റിയിലും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോ തന്നെ കോഴിയുടെ എല്ലായിടത്തും കിട്ടും തന്നെയല്ല. പിന്നെ ഇതിനെന്താ എത്ര പ്രത്യേകത? ഇതിനെന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സ്പെഷ്യാലിറ്റി പറഞ്ഞ പോലെ? സവാള ആയിരിക്കും ഉണ്ടാവുക. ഇതില് മീറ്റാണ്. സവാള ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ജസ്റ്റ് എന്താ പറയാ, മുക്കാ ഭാഗം മീറ്റ് തന്നെ ആവുന്നതാണ് അവര് ഉറപ്പ് പറയുന്നത്. ഞങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നല്ല, ഫീഡ്ബാക്ക് ആണ് അല്ലേ? നമ്മൾ മാൾക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു കോഴിയടക്ക കഴിച്ചിട്ട് ഇങ്ങനെ ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് മാളിൽ പോവാം. അല്ല സോറി, സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പോവാം. നമുക്കിവിടെ കാണാം AK ഹൈപ്പർ മാർക്കറ്റ് എന്ന് അവർ വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ എൻട്രൻസിലേക്ക് കയറി നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സംഭവം എന്ന് കയറി വെക്കാം. കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു പെർഫ്യൂം സെക്ഷൻ കാണാം. പിന്നെ ഇവിടെ ഷാംപൂ ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാം. എൻട്രൻസിൽ ആക്ച്വലി ഇവിടെ ബില്ലിംഗ് സെക്ഷനിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നല്ല കച്ചവടമായിരിക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ പരിപാടികൾ നോക്കാം. നല്ല തിരക്കാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് നേരെ ഇങ്ങനെ പോയി നോക്കാം. ഇവിടെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
എല്ലാ റാക്കും ഫുള്ളാണ്. നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഫർ പ്രൈസ് ഉണ്ട്, എല്ലാം MRP ഇട്ടിട്ട് ഓഫർ പ്രൈസ് ഇട്ടാണ്. നമ്മളെ പർച്ചേസ് ആയി നമുക്ക് ഡ്രസ്സാണ് വേണ്ടത്. ഡ്രസ്സാണ് വേണ്ടത്. അപ്പോൾ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ മാക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മൾ ആ മാക്സിലൊന്ന് കയറി വെക്കാം. അവരെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്രമാത്രം അവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എൻട്രൻസ് ഇങ്ങനെയാണ്, നേരെ നമുക്ക് പോയി നോക്കാം. നമ്മളിങ്ങനെ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ജെൻസിൻ്റെയും അതേപോലെ ലേഡീസിൻ്റെ ഒക്കെ ഡ്രസ്സുകളെ ഷോപ്പുകളാണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഏതൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഹലാം മാളിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഇത് 3ാമത്തെ ഫ്ലോറാണ്. ഇതാണ് ഇവരെ ഏറ്റവും ടോപ്പ് ഫ്ലോർ വരുന്നത്, ഫൈനൽ ഫ്ലോർ. ഇതിൽ നമുക്ക് എന്തൊക്കെ ഉള്ളതെന്ന് നമുക്ക് ഫ്ലോറിൽ കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കേക്ക് ആൻഡ് സ്റ്റുഡിയോ. കേക്കും പിന്നെ കഫേ മോഡലാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ എൻട്രൻസ് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നേരെ ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു കഫേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു മരം കൊടുത്തിട്ടുണ്ട്. ഇവരെ ഒരു ഷോപ്പിൻ്റെ ഒരു ഐക്കണായിട്ട് ഇവിടെ അവരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഇൻറ്റീരിയറാണ്. നമുക്ക് അടിപൊളിയായിട്ട് ഫാമിലീസിനൊക്കെ ഇരുന്ന് നമുക്ക് നൈസായിട്ട് കോഫിയൊക്കെ കഴിച്ച് ചൊറ പറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാണാൻ പറ്റുന്നുണ്ട്. പുത്തൻതാണിന്റെ ഒരു ഭാഗത്തുള്ള ഒരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. അതെ, നല്ലൊരു ആംബിയൻസ് ആണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കേക്കാണ് മെയിനായിട്ട് ഇവർ ചെയ്യുന്നത്. അതേപോലെ ഒരു കഫേയാണ്. ഇവർ കേക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഡെലിവറി ചെയ്യാൻ, ഈവൻ ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെ കാര്യത്തിനൊക്കെ ഇവർ കേക്കൊക്കെ ഡെലിവറൊക്കെ ചെയ്യുന്നതാണ്. അക്ബറ, ഇവിടെ മറ്റേ ഡ്രീം കേക്ക് ഉണ്ട് കേട്ടോ. ഡ്രീം കേക്ക് ഉണ്ട്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും. ഡ്രീം കേക്കിന്റെ ഒരു ട്രെൻഡിങ് ഒരു ടൈം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതിന്റെ ട്രെൻഡിങ് ഔട്ടാണ് ഇപ്പോൾ. എന്നാലും അത് നമ്മളെത്തുണ്ട്. അങ്ങനെ ചെറിയൊരു സാമ്പിൾ കാര്യങ്ങളൊക്കെ അവരോട് വെച്ചിട്ടുണ്ട്. ആൾ ടൈപ്സ് ഓഫ് കേക്ക്സ്, ഒരു മിനി റെസ്റ്റോറന്റ്, മിനി ഒരു എന്താ പറയുക കോഫി ഷോപ്പ്. അങ്ങനെ ജസ്റ്റ് അവരുടെ ഒരു ചെറിയൊരു കിച്ചണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ, ദാറ്റ് ഈസ് കേക്ക് ആൻഡ് സ്റ്റുഡിയോ. കേക്ക് സ്റ്റുഡിയോ, ഓക്കെ ഫൈൻ. അപ്പോൾ ഈ ഒരു കേക്ക് സ്റ്റുഡിയോ നമ്മൾ നേരെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും കുറച്ച് ഫുഡ് കോർട്ട്സ് അവിടെ ഉണ്ട്. ഇവിടെ മെയിനായിട്ട് 2 സെക്ഷൻസ് ആണ്. ഫുഡ് കോർട്ട്, പിന്നെ ടോയ്സ്, നമ്മളെ കുട്ടികളെ ഫൺ പാർക്ക്. അപ്പോൾ ഫുഡ് കോർട്ടിനോട് ചാരിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട കഫേ. അതെന്തിനാണെന്നറിയോ? കാരണം കുട്ടികളവിടെ കളിക്കാൻ വിടുക, ആൾക്കാർ ഫുഡ് കഴിക്കാനുള്ളവർക്കായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ബിസിനസ് ട്രെയിൻ. നമ്മളെ ഫുഡ് കോർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ടീ ലോഫ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇവിടെ ആക്ച്വലി വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീസ്, പിന്നെ ഷവർമ വരുന്നുണ്ട്, പിന്നെ സ്നാക്സ് വരുന്നുണ്ട്. ജസ്റ്റ് ഒരു കഫ്തീരിയ അല്ലേ, മൊജിറ്റോസ്, ഷവർമ, അങ്ങനത്തെ ഒരു ലഘു കടികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ചെറിയൊരു ഷോപ്പിൽ വരുന്നത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ പോകുന്നത് ഇവിടെ വേറൊരു ഷോപ്പ് ഉണ്ട്. പേര് അതിന്റെ മുമ്പ് ഇതിന്റെ പേരൊന്നും പറയട്ടെ. ഫ്രുസോ എന്നാണ് ഇതിന്റെ പേര്. ഇനി പറഞ്ഞു എനിക്ക് എന്താ പറയാ, എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ കാര്യമായിട്ട്. എന്താണ് ഇതെന്താ ഫുള്ള് 99? വാട്ട് ഈസ് ദിസ്? ഷുഹാദ പറ, എന്താണ്? ഏതെടുത്താലും 99. ഇത് സംഭവം ഫലൂദ, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫലൂദ. ഏതെടുത്താലും 99. മക്കളെ ഇതിൽ എന്തെടുത്താലും 99 ആണ്. മാറ്റൂലല്ലോ, ഞാൻ 99 പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രൈസും കൂട്ടില്ലല്ലോ, ബോർഡ് വെച്ച സ്ഥിതിക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ ഫൈൻ. ഇവിടെ സ്പെഷ്യലി ഐസ്ക്രീം ആണ് വരുന്നത്, പിന്നെ മൊജിറ്റോസ് ആണ് വരുന്നത്, പിന്നെ ഈ ഒരു സംഭവം ഏതെടുത്താലും 99. ഡ്രൈ ഫ്രൂട്ട്സ്, സ്ട്രോബെറി, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്ന
ഫലൂദ ഫെസ്റ്റ് ആണ്. ഇത് എത്ര ദിവസം ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ലൈഫ് ലോങ് ആണോ? എവിടെ 1 വീക്ക് ആണ് ആക്ച്വലി. ഇത് എന്നും നിങ്ങൾ ഇങ്ങോട്ട് പോരണ്ട, അതൊരു 1 വീക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ 1 വീക്ക് കഴിഞ്ഞിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഞാനുമായി യാതൊരു ബന്ധം ഉണ്ടായിരിക്കുന്നതല്ല. only 1 വീക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ അടുത്ത ഒരു ഷോപ്പ് വരുന്നത്, ഇതൊരു വൈറ്റമിൻ എന്നാണ് ഇതിന്റെ പേര്. ആക്ച്വലി വൈറ്റമിൻ എന്നാണ് പേരെന്നുണ്ടെങ്കിലും ഇവിടെ വരുന്നത് മന്തികളാണ് ഇവിടെ വരുന്നത്. ഒരുപാട് സ്പെഷ്യൽ മന്തി ഉണ്ട്, പിന്നെ ഫ്രൈഡ് ചിക്കൻ വരുന്നവർക്കൊക്കെ മന്തി അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ ബർഗർ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോപ്പ്. അപ്പോൾ ഇവിടെയുള്ള കുറേ കിയോസ്കുകളുണ്ട്. അതിൽ അവസാനത്തെ ഒന്നാണ് ബനാമിക്സ്. ബനാമിക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ബനാന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം ഈ സംഭവം. അവിൽ മിൽക്ക്, മലപ്പുറത്തിന്റെ സ്പെഷ്യൽ അവിൽ മിൽക്ക്. അവിൽ മിൽക്കിന്റെ ഒരു പാലസ് എന്നാണ് പറയുന്നത്. പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ പറയുന്നത് ഇത് തുടങ്ങിയത് ഒരു 4 പയ്യന്മാരാട്ടോ. അവര് നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അതായത് തിരുനാവായക്കാരായ 4 ആൾക്കാർ തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പോൾ നമ്മള് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ, എസ്പെഷ്യലി സ്റ്റുഡൻസ്, ഇതുപോലുള്ള ഒരു സംരംഭം തുടങ്ങി അത് വിജയിച്ച് കാണാൻ നമുക്ക് എന്തായാലും ഒരാഗ്രഹം ഉണ്ടാവും. സോ പക്ഷെ വേറൊന്നുണ്ട്, വെറുതെ ഒരൊറ്റ കുട്ടി വിജയിപ്പിച്ചു കൊടുക്കൂല. ക്വാളിറ്റി ആൻഡ് പ്രോഡക്റ്റ് എന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് ഇല്ലാത്തതാണെങ്കിൽ മാത്രമേ ഞാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് നമ്മൾ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് ഏറ്റവും മൂവിങ് വരുന്നത് ടെൻഡർ കോക്കനട്ട് ആണ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഷെയ്ക്ക് അടിച്ച് വരുന്നതാണ്, ഇളനീന് ഷെയ്ക്ക് അടിച്ച് വരുന്നതാണ് ഫ്രഷ് ആയിട്ട്. അതിന്റെ ഐസ്ക്രീമിന് ടെൻഡർ കോക്കനറ്റിന്റെ ഐസ്ക്രീം വരും. അതിന്റെ കട്ട് ഫ്രൂട്ട് ആയിട്ട് ചെറുത്ത് കഷ്ണങ്ങൾ വരും, ഒക്കെ ആഡായി വരുന്നത്. ഉള്ളിൽ മുകളിലൊക്കെ ആയിട്ട് ഐസ്ക്രീം ആഡാവും. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വരുന്നതാണ് അത്. നമുക്ക് ഏറ്റവും മൂവിങ് ഉള്ള സാധനം. ഏറ്റവും ആൾക്കാർ 120 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. ബനാമിക്സ് ആണ് നിങ്ങളെ സ്പെഷ്യൽ സാധനം. ഇതെന്താ 300? ഇത് അത്യാവശ്യം 3 ആൾക്കാർക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. 3 ആൾക്കാർ സ്കൂപ്പ് ഐസ്ക്രീം ഉള്ളിൽ മുകളിലൊക്കെ ആയിട്ട് വരും. ഡ്രൈ ഫ്രൂട്ട്സ് നട്സ്, ഏകദേശം എല്ലാ നട്സ് ആഡ് ആവും. ആൽമണ്ടിന്റെ ഐസ്ക്രീം ആഡ് ആവും. പിന്നെ കോണ് എല്ലാം കൂടെ ആഡായി വരുന്നത് ഏറ്റവും മൂവിങ് ഉള്ള, ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് മൂവിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഷോപ്പ് ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഹലാമാളിൽ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഇവരെ ഈ വെറൈറ്റി ടൈപ്സ് ഓഫ് അവിൽ മിൽക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾക്കിവിടെ കുറേ ഫുഡ് കോർട്ട് കണ്ട്, പക്ഷേ ഈ വാങ്ങിയ ഫുഡൊക്കെ കഴിക്കാൻ ഇവരെ അടിപൊളിയായിട്ട് നീറ്റായിട്ട് 2 റോ ആയിട്ട് അവരിങ്ങനെ ഫുഡ് കോർട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണാം, നല്ല ലെങ്ത് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഫുഡ് കോർട്ടിൻ്റെ മറ്റൊരു സൈഡിലാണ് ഇവിടെ കിഡ്സ് പ്ലേ സെക്ഷൻ വരുന്നത്. നമുക്ക് ഇനി ആ ഭാഗത്തേക്കാണ് പോയേക്കുള്ളത്. നമുക്ക് ആ ഭാഗത്തൊന്ന് പോയേക്കാം. അവിടെ എന്തൊക്കെ സംഭവം ഉണ്ട്, എന്തൊക്കെ സാധനങ്ങൾ അവിടെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് അവിടെ ഒന്ന് പോയേക്കാം. കിഡ്സുകൾക്ക് എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള സംഭവം നോക്കാം. ഇതാണ് ഹലാമാളിന്റെ ഫൺസ്കേപ്പ് എന്ന് പറഞ്ഞ ഗെയിമിംഗ് അൺലിമിറ്റഡ്, അതായത് കുട്ടികളുടെ ഗെയിമിംഗ് സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവിടെയാണ് അതിൻ്റെ ഒരു ഓഫീസ് സെറ്റപ്പ് വരുന്നത്. എങ്ങനെയാണ് ഈ സംഭവത്തിൻ്റെ പരിപാടികൾ നോക്കാം. ആക്ച്വലി കാർഡ് പർച്ചേസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫുൾ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, എത്ര എമൗണ്ട് വരുന്നത്. ഇനി ഇൻ കേസ് 200 ആണ്, 200 പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 180 അതിൽ എമൗണ്ട് ആയിരിക്കും. ഇൻ കേസ് ആർക്കെങ്കിലും ടോപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടോപ്പ് അപ്പ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് പരിപാടി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ നേരെ കയറുമ്പോൾ തന്നെ ഇങ്ങനെ കുട്ടികൾ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേരുകളൊന്നും എനിക്ക് വല്ല ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന്റെ പേരുകൾ പറഞ്ഞ് അത് കൊളാക്കുന്നില്ല. നമുക്ക് ഇവിടെ കുറേ ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഗെയിമിംഗ് ബൈക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു എന്തിന് സ്നൂക്കർ ബോർഡല്ല, ബില്ലിയാർഡ്സോ. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബൈക്ക് ഗെയിമിങ്ങിന്റെ കുറേ സെക്ഷനായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നെന്ത് പരിപാടി? ഓ, പ്ലേ സ്റ്റേഷൻ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെ വന്നപ്പോ നമുക്ക് ഇവിടെ ഒരു ടീം ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങള് പ്രൊഫഷണൽ പ്ലേയേഴ്സാ? ഇവര് കളി ഇവര് തുടങ്ങുന്നുള്ളൂ. ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ട് നല്ല കളി കളിക്കുന്നുണ്ട്. ഓ, ഇത് മറ്റേ പരിപാടി അല്ലേ, 3D കളിക്കുന്നത്. ഓക്കെ, ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഗൺ ഷൂട്ടിൻ്റെ പരിപാടി, നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ഗെയിം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കാർ റേസിങ്ങിൻ്റെ ഗെയിം വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ ബാസ്കറ്റ് ബോളിൻ്റെ ഗെയിം പരിപാടി ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അവിടെ നമ്മൾ നേരെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ആ ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ ഒരുപാട് ചെറിയ ബോൾസ് ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ ചാടി കളിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ കുറേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ ചാടി മറിഞ്ഞ് കളിക്കുന്നുണ്ട്. നല്ലൊരു സ്പേസ് ആണ്.
അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ നേരെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് ചാടി കളിക്കാനുള്ള നല്ലൊരു സ്പെഷ്യൽ ഏരിയ ഒക്കെ ആയിട്ട് ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഇതിൻ്റെ ഉള്ളിൽ ആരും ഇവിടെ ഇല്ല, പക്ഷേ ഭയങ്കര രസമായിട്ട് തന്നെ ഇത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയല്ലേ നൗഷാദ്? എങ്ങനെ? അടിപൊളി ഇതായിട്ടോ. നമ്മള് ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ഡേ അല്ലെങ്കിൽ ഒരു ലീവ് ഡേ വന്നിട്ട് നമ്മളെ ഫാമിലി ആയിട്ട് വന്നിട്ട് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഓക്കെ, ഫൺസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് കാറിൻ്റെ ഒരു സെക്ഷൻ കാണാൻ പറ്റും. ഇതും ഇവരുടെ കീഴിൽ തന്നെ വരുന്നത്, ഫൺസ്കേപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ കീഴിൽ തന്നെ വരുന്നത്. നമ്മൾ ഇലക്ട്രിക് കാറുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരുപാട് കാറുകളുടെ ഉണ്ട്. ഒരാൾ വന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ AK ഹൈപ്പർ മാർക്കറ്റിലും അതേപോലെ ഹലാ മാളിലും ഞങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത്, അങ്ങനെ ഞങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ കാണാൻ പറ്റും സമയം ഒരുപാട് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ ആകെ മൊത്തത്തിൻ്റെ ഉള്ളിൽ കറങ്ങിയതിൻ്റെ ഞങ്ങളൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, അതായത് പുത്തനത്താണിക്കാർക്ക് ഒരു മോള് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അതായത് നമ്മൾ ചെറിയൊരു ഒന്നോ രണ്ടോ ഫ്ലോറിൽ ഒതുങ്ങുന്ന ഒരു മാളിൽ നിന്നാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഓൾമോസ്റ്റ് 4 ഫ്ലോർ 5 ഫ്ലോറിട്ട് 3 ഫ്ലോർ ഗ്രൗണ്ട് ലെവൽ, പിന്നെ 3 ഫ്ലോർ അങ്ങനെ ഒന്ന് ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മെയിൻ സ്പെഷ്യാലിറ്റി ഇവിടെ വന്നിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റ് ആട്ടോ. AK ഹൈപ്പർ മാർക്കറ്റിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അതേപോലെ അവർ നല്ല രീതിയിലാണ് പ്രൈസും അത്യാവശ്യം മോശമില്ലാത്ത പ്രൈസിലും. അതെ, അത്യാവശ്യം മോശമില്ലാത്ത പ്രൈസാണ്. അതേപോലെ അവർ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, കാര്യങ്ങളുടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലാണ്. പ്രൊഡക്റ്റ് അവൈലബിലിറ്റി, അത്യാവശ്യം പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ പിന്നെ മാളിൻ്റെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ഡ്രസ്സിനുള്ള മാക്സ് വരുന്നുണ്ട്, അതേപോലെ ട്രെൻഡ്സ് വരുന്നുണ്ട്, ഫുഡിന് പിസ്സ ഹട്ട് വരുന്നുണ്ട്, പിന്നെ ഏറ്റവും മുകളിലാണെങ്കിൽ ഫുഡ് കോർട്ട് വരുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാവിധ ഫുഡുകളും വരുന്നുണ്ട്. പിന്നെ അതേപോലെ സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ ഡ്രസ്സിൻ്റെ ജെൻസിൻ്റെ ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരുപാട് ചെറിയ കൗണ്ടേഴ്സ് ഇനിയും ഓപ്പൺ ആവാനുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ചെറിയ ഷോപ്സുകളും കൗണ്ടേഴ്സും കാര്യങ്ങളും നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സംരംഭകർക്ക് ഇവിടെ വന്നിട്ട് ഒരു ഫ്ലോറൊക്കെ തുടങ്ങാം കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ അവൽ മിൽക്കിന്റെ കണ്ടില്ലേ, അത് നമ്മുടെ നാട്ടുകാരാണ്, ചെറിയ പയ്യന്മാർ തുടങ്ങിയത്. അതേപോലെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അത്യാവശ്യം നല്ല ആള് കയറുന്ന ഒരു മാളും കൂടെയാണ്. അപ്പൊ ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ NH66 അല്ലേ, NH66 റൂട്ട് ഇങ്ങനെ തന്നെ അല്ലേ, NH66 റൂട്ട് ഇങ്ങനെയാണ്. അപ്പോൾ അതിന്റെ തൊട്ടടുത്താണ് ഈ ഒരു മാള് വരുന്നത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ക്രൗഡ് ആവുന്ന ഒരു മാൾ തന്നെയാണ്. പുത്തനത്താണി വളർന്നു വരികയാണ്. അപ്പോൾ നമ്മൾ ഈ മാള് കയറുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, പുത്തനത്താണിയെ പുത്തനാക്കിയോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ പുത്തനത്താണിയെ ഇവർ പുത്തനാക്കിയിട്ടുണ്ട്, അത്രമാത്രം പറയാനുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അക്ബർ കൊട്ടാരത്ത്. ഇറ്റ്സ് മീ നൗഷാദ്. ബൈ.